എല്ലാവർക്കും ഉദയംപേര് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നടക്കാവ് ജംഗ്ഷനിൽ ക്രമാതീതമായി ട്രാഫിക് വർദ്ധിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലല്ല ട്രാഫിക്, അതുപോലെ വാഹനങ്ങളുടെ പെരുപ്പം കൂടുന്നത്. പിറവം മേഖലയിൽ നിന്നുള്ള വണ്ടികൾ മുളതുരുത്തിയിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ കണ്ടനാട് നിന്ന് വണ്ടി വരുന്നു, അതുപോലെ വൈക്കം കോട്ടയത്തു നിന്നുള്ള വണ്ടി വരുന്നു, അതുപോലെ അമ്മയുടെ ക്ഷേത്രത്തിൽ നിന്ന് വണ്ടി വരുന്നു. അങ്ങനെ വണ്ടി വന്ന് വളരെ തിരക്കേറിയ ഒരു കവലയായിട്ടാണ് ഇപ്പോൾ നടക്കാവ് ജംഗ്ഷൻ മാറിയിരിക്കുന്നത്. അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുക എന്നതിനപ്പുറം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ UV വാർത്ത ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതിന് തൊട്ട് പറ്റുക തന്നെ പഞ്ചായത്തിന്റെ മൂക്കിന്റെ കീഴെ തന്നെ ഒരു സ്കൂളുണ്ട്, നടക്കാവ് JVS സ്കൂള്. അവിടെ കൊച്ചുകുട്ടികൾ രാവിലെ ഒരു 9:10 മണിക്കെല്ലാം ക്രോസ് ചെയ്യുന്ന സമയമാണ്. അവിടെ ഒരു സ്കൂളുണ്ട് എന്ന ഒരു സൈൻ ബോർഡ് പോലും അധികൃതർക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. അതിന് തൊട്ടപ്പുറം SNDP സ്കൂളുണ്ട്, അവിടെ സൈൻ ബോർഡില്ല. അതുപോലെ തന്നെ പുത്തങ്കാവ് പൂത്തോട്ടം സ്കൂളുണ്ട്, പട്ടേൽ സ്കൂളുണ്ട്. സ്കൂൾ സൂൺ അല്ലെങ്കിൽ സ്കൂൾ അടുത്തുണ്ട് എന്ന് ദൂരയാത്രക്കാർക്ക് ബോധ്യം വരുന്ന തരത്തിലേക്ക് ഒരു സൈൻ ബോർഡ് വെക്കണമെന്ന് UV വാർത്ത ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു സ്കൂളുള്ളതാ, ഒരു സിഗ്നലായിട്ടൊരു സൈൻ ബോർഡ് പോലും ഇവിടെ ഇല്ല. ഇവിടെ സ്കൂൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. സ്കൂൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. നാട്ടുകാർ ഞങ്ങളോട് ചോദിക്കാം. കാരണം പല രക്ഷിതാക്കളും നമ്മുടെ UV വാർത്തയെ വിളിക്കുകയും ഇത്തരം ഒരു ആവശ്യം നമ്മുടെ വാർത്തയ്ക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാൻ വേണ്ടി ഉള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലൂടെയാണ് ഈ വാർത്ത ചെയ്യുന്നത്. പല വാർത്തകൾ ചെയ്യുമ്പോൾ ആ വാർത്തകൾക്ക് നടപടി ഉണ്ടായോ അല്ലെ, എന്താണ് ആ വാർത്തകൾ നടപടി, അതിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്തുകൊണ്ട് അതിന്റെ നടപടികൾ ഉണ്ടായിട്ട് വാർത്തകൾ ഇടുന്നില്ല എന്നൊക്കെ പലരും നമ്മുടെ ചാനലിലെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, അത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക. ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ UV വാർത്ത ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.